ലോകാരോഗ്യ സംഘടന കുട്ടികൾ വളർത്തേണ്ട 10 അടിസ്ഥാനപരമായ സ്കില്ലുകളെക്കുറിച്ച് സ്കൂളുകളിലെല്ലാം കൊടുക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അതിലൊന്നാമത്തേതെന്ന് വെച്ചാൽ സെൽഫ് അവയർനെസ്, സ്വയം അറിയുക എന്ന് പറയുന്നൊരു വലിയ സബ്ജക്റ്റാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട, അവരുടെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും അവരുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും പല കാര്യങ്ങളും. സെൽഫ് അവയർനെസ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെടും. ഇങ്ങനെ സെൽഫ് അവെയർ, സ്വയമായിട്ട് അറിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ അറിയാൻ കഴിയൂ. അത് അവർ പറയുന്ന ഒന്നാമത്തെ ഒരു സ്കില്ലാണ്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും, അതായത് എല്ലാ കാര്യങ്ങളും കേട്ടപാടെ വിശ്വസിക്കാതെ അതിനെ ക്രിട്ടിക്കലായിട്ട് തന്നെ തിങ്ക് ചെയ്യാനുള്ള കഴിവ്. പിന്നെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ്, പല കാര്യങ്ങളുടെയും പല ആംഗിളുകളിൽ ചിന്തിക്കാനുള്ള, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. അതുപോലെ കോപ്പിംഗ് വിത്ത് ഇമോഷൻ, വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട പറ്റുമ്പോൾ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് അറിയേണ്ട കോപ്പിംഗ് വിത്ത് ഇമോഷൻ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സ്, ഒരു സ്ട്രെസ്ഫുള്ളായ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ആശയവിനിമയത്തിനുള്ള ഒരു പാഠവും, ആശയവിനിമയം, സ്വയമായിട്ടുള്ള ആശയവിനിമയം, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഈ ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു സാധനമാണ്. അതായത് പബ്ലിക് സ്പീക്കിങ്, ഡിബേറ്റുകൾ, ഇങ്ങനെ ഡിബേറ്റിംഗ് സ്കില്ലുകൾ, ഇതെല്ലാം ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ ആർജിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പറയുന്നു. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ആസ്പെക്റ്റാണ്. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ജോലിയും കാര്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ആസ്പെക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിമ്പതി, എമ്പതി എന്ന് പറയുന്ന ആസ്പെക്റ്റുകൾ. സിമ്പതി നമുക്കറിയാം, ഒരാളോട് സിമ്പതറ്റിക്കലായിട്ട് പറയും. ഇപ്പോൾ എമ്പതി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. മാതാപിതാക്കളോട് എമ്പതിയില്ല, കുട്ടികൾ പരസ്പരം എമ്പതിയില്ല. എമ്പതിയും സിമ്പതിയും പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ എമ്പതിയും സിമ്പതിയും കുറഞ്ഞു വരുവാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനുള്ള സിമ്പതി, എമ്പതി, ഇതെല്ലാം പ്രത്യേക സ്കില്ലുകളായിട്ട് വളർത്തിയെടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നൊരു കാര്യമാണ്. സിമ്പതി ഇല്ലാത്ത ആൾക്കാരും എമ്പതി ഇല്ലാത്ത ആൾക്കാരും ഒരു വെറും കാടന്മാരായിട്ട് കോമ്പറ്റീഷൻ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു രോഗാതുരമായ തലമുറ എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ, യുണൈറ്റഡ് നേഷൻസിൻ്റെയൊക്കെ കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ അവരെ വളർത്തിയെടുക്കുക, ഇങ്ങനെയുള്ള നാനാവിധമായ ശേഷികൾ അവരിൽ വളർത്തിയെടുക്കാനായിട്ട് ലൈഫ് സ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്ന ട്രെയിനിങ്ങുകൾ, സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള അവയർനെസ്, അത് സെക്ഷുവാലിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാതെ തന്നെ ലൈഫ് സ്കില്ലുകൾ എന്നൊക്കെ അതിൻ്റെ പദം മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്കില്ലുകൾ കൊടുക്കുക. ഇതെല്ലാം ഒരു ദീർഘമായ സബ്ജക്റ്റാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പോലും ഇത് വളരെയധികം സ്വയം അറിയുക എന്നുള്ള സബ്ജക്റ്റാണെങ്കിലും, ക്രിട്ടിക്കൽ തിങ്കിങ് ആണെങ്കിലും, ക്രിയേറ്റീവ് തിങ്കിങ് ആണെങ്കിലും, സിമ്പതി ആണെങ്കിലും, എമ്പതി ആണെങ്കിലും, ഇതെല്ലാം വളരെ ദീർഘമായിട്ട് കുട്ടികളിൽ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ട്രെയിനിങ്ങാണ്. അത് മുതിർന്നവർക്കും ഇത് വളരെയധികം ഉപകരിക്കുന്ന ഒരു ട്രെയിനിങ്ങാണ്. ഇത് നമുക്ക് ലൈഫ് സ്കില്ലുകൾ ഇമ്പാർട്ട് ചെയ്യേണ്ടത് ഒരു വലിയ അത്യാവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. പലപ്പോഴും കോമ്പറ്റീഷനുകളിലൊക്കെ ആത്മഹത്യകളിലൊക്കെ അഭയം പ്രാപിക്കുന്നതിന് കാരണം ഈ ലൈഫ് സ്കില്ലുകളിലുള്ള അഭാവമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നതിനാൽ പലപ്പോഴും ഹൈസ്കൂളുകളിലും ഒക്കെ ഉള്ള കുട്ടികൾക്കും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ പ്രധാനമായിട്ടും ടീച്ചേഴ്സും ട്രെയിൻ ചെയ്തിട്ട് ജില്ലാ പഞ്ചായത്തുകൾ മുഴുവനൊക്കെ അത് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോയതാണ്. ചുരുക്കത്തിൽ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ള മാത്രമേ ഉള്ളൂ. ലൈഫ് സ്കില്ലുകളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക, നെറ്റിലൊക്കെ റിസർച്ച് ചെയ്ത് പഠിപ്പിക്കുക കുട്ടികളെ. അതൊരു അത്യാവശ്യമായ ഒരു കാര്യമാണ്, ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുക എന്നുള്ളത്.